നമസ്കാരം, വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ ഇത്തവണ റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 മാറി. ഈ വരുന്ന മാർച്ച് 1 വരെ കാൻഡിഡേറ്റ്സിന് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സുവർണാവസരമുണ്ട്. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ തസ്തികയിലേക്കും അവരവരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10th പാസും ITU ആണ്. അപ്പോൾ നമുക്കറിയുന്ന പോലെ റെയിൽവേ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ചൊരവസരമാണ് കൈവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബായതുകൊണ്ട് തന്നെ ഓരോ തസ്തികയിലേക്കും 10,000-ത്തിലധികം ഒഴിവുകളുണ്ടെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ വേക്കൻസിയിലും, അതായത് ട്രാക്സ്മാൻ, പോയിൻറ്റ്സ്മാൻ, അങ്ങനെ എല്ലാത്തിനും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ ITI 10ാം ക്ലാസ് പ്ലസ് ITI വേണം. ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം എന്തായാലും. ഓർഗനൈസേഷൻ നെയിം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, RRB. ജോബ് കാറ്റഗറി സെൻട്രൽ ഗവൺമെൻറ് ബേസ്ഡ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. റെയിൽവേ ഗ്രൂപ്പ് ഡി കാറ്റഗറിയാണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 08/2024. ടോട്ടൽ വേക്കൻസി ആകെ മൊത്തം 32,438 വേക്കൻസീസ് ഉണ്ട്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ, അക്രോസ് ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാന ശമ്പളം വന്നിട്ട് ബിറ്റ്വീൻ 18,000 to 50,900 ആണ്. അതായത് സ്റ്റാർട്ടിംഗ് സാലറി 18,000-ഉം എൻഡിങ് എന്ന് വെച്ചാൽ ടോപ്പ് സാലറി 56,000-ഉം ആണ്. ട്രാക്ക് മെയിൻറ്റെയിനർ, പോയിൻറ്റ്സ്മാൻ, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ട്രാക്ക് മെയിൻറ്റെയിനർക്ക് 13,187 പോസ്റ്റും, പോയിൻറ്റ്സ്മാൻ Bക്ക് 5,058 പോസ്റ്റും, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ 3,077 പോസ്റ്റുമാണ് ക്ഷണിച്ചിരിക്കുന്നത്. RRB റെയിൽവേ ഗ്രൂപ്പ് ഡി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഏജ് 18 ഇയേഴ്സും മാക്സിമം ഏജ് 36 ഇയേഴ്സും ആണ്. പിന്നെ ഏജ് റിലാക്സേഷൻ നമ്മുടെ OBC കാറ്റഗറി ഉണ്ടല്ലോ, നമ്മുടെ കാറ്റഗറി അനുസരിച്ച് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. SC/STക്കും OBCക്കും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി അങ്ങനെയുള്ളവർക്ക് ഫീസ് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് കുറവായിരിക്കും, ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ എന്തായാലും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളതിൻ്റെ അപേക്ഷാ തീയതി നീട്ടിക്കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരാഴ്ച കൂടി റെയിൽവേ ജോലി സ്വപ്നം കാണുന്ന കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അപ്ലൈ ചെയ്യേണ്ടിയിരുന്ന, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആകേണ്ടിയിരുന്നത് നമുക്ക് ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരം മിസ്സാക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. RRB റെയിൽവേ ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷൻ, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ് 10th ക്ലാസ് ഓർ മെട്രിക്കുലേഷൻ, SSLC or ITI from NCVT or SCVT or National Apprenticeship Certificate, NAC approved by NCVT. ജനറൽ കാറ്റഗറിക്ക് 500 രൂപ ഫീ. ആപ്ലിക്കേഷൻ ഫീസ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 500 രൂപയും SC/ST ട്രാൻസ്ജെൻഡർ ഫീമെയിലിന് 250 രൂപയും അടച്ചാൽ മതി. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്തതാണ്. ഹൗ ടു അപ്ലൈ ഫോർ RRB. അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അവരുടെ RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ആദ്യം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈനപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് ഫില്ല് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പിയോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വയ്ക്കേണ്ടതാണ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. So no one should miss this chance. So try it. Best of luck.